വിഴിഞ്ഞത്തേക്ക് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തീരമണയുകയാണ്. പുറംകടലിൽ നിന്ന് തിരമാലകൾ, വികസനത്തിന് തിരമാലകളെ വകഞ്ഞു മാറ്റി വിഴിഞ്ഞം തുറമുഖ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു സാൻ ഫെർണാണ്ടോ. നമ്മുടെ പ്രതിനിധി എസ് വിജയകുമാർ വലിയൊരു വാർത്താ സംഘമാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ഈ ഒരു ആഹ്ലാദ നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മുടെ വാർത്താ സംഘം അതിവിപുലമായ സാങ്കേതിക തികവോടെ വിഴിഞ്ഞത്ത് ക്യാമ്പ് ചെയ്യുന്നു. അതിൻ്റെ നേതൃത്വം എസ് വിജയകുമാറിനാണ്. വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗൈൻ വിജയകുമാർ. ഈ ധന്യ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. സല്യൂട്ടോടെ, വാട്ടർ സല്യൂട്ടോടെ ഈ വലിയ കപ്പൽ തീരമണയുന്നു. പറയൂ വിശദാംശങ്ങൾ. നേരെ നമ്മൾ ആ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ക്യാമറയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നുണ്ട്, സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് വരികയാണ്. വാട്ടർ സല്യൂട്ടിന്റെ അകമ്പടിയോടെ ടഗുകൾ അതിനെ ആനയിച്ച് കൊണ്ടുവരികയാണ്. അതിലെ കണ്ടെയ്നറുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. കണ്ടെയ്നറുകൾ ഇങ്ങനെ ആ ഷിപ്പിൽ, ആ മദർ ഷിപ്പിൽ ഇങ്ങനെ അടുക്കി നിറച്ചു വെച്ചിരിക്കുന്നത്. 2000 കണ്ടെയ്നറുകളാണ് ഇവിടെ വിഴിഞ്ഞത്തേക്ക് അത് എത്തിക്കുന്നത്. വിവിധ കമ്പനികളുടെ 2000 കണ്ടെയ്നറുകൾ ഇവിടേക്ക് ഇറക്കും. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കാർഗോ കമ്പനിയാണ് ഈ മദർഷിപ്പ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ സർവീസാണ് ഇവിടേക്ക് എത്തുന്നത്. വാട്ടർ സല്യൂട്ടോടെ അതിന്റെ കപ്പൽ ചാലിൽ നിന്ന് വിഴിഞ്ഞത്തേക്കുള്ള തുറമുഖ യാത്രാ വഴിയിലേക്ക് പ്രവേശിച്ചത് മുതൽ ആ ടഗുകൾ ഇങ്ങനെ വാട്ടർ സല്യൂട്ട് നൽകി ഒരു ഔപചാരികമായ ചടങ്ങ് എന്ന നിലയിൽ ഔദ്യോഗികമായി ആ മദർഷിപ്പിനെ സ്വീകരിച്ചുകൊണ്ട് വരികയാണ്. ഈ മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് വരുന്നു എന്നത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രം തന്നെയാണ്. ഇതുപോലെയുള്ള വലിയ മദർഷിപ്പുകൾക്ക് കടന്നു വന്ന് നങ്കൂരമിടാൻ പറ്റുന്ന ബർത്തുകളുള്ള, സൗകര്യമുള്ള, സ്വാഭാവിക ആഴവും പരപ്പുമുള്ള കടലുകൾ, തുറമുഖങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ പോർട്ടുകളായി വികസിക്കേണ്ടത്. അങ്ങനെ പ്രകൃതി ഒരു വികസന പദ്ധതിക്ക് വേണ്ടി വകഞ്ഞു മാറ്റിവെച്ച മേഖലയാണ് വിഴിഞ്ഞം എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാം. അങ്ങനെ പ്രകൃതി നമുക്ക് നൽകിയതാണ് വിഴിഞ്ഞം സ്വാഭാവിക തുറമുഖം. അതൊരു മനുഷ്യനിർമ്മിത തുറമുഖമാകുന്നതിന് മുമ്പ് അതൊരു സ്വാഭാവിക തുറമുഖത്തിന്റെ എല്ലാ സവിശേഷതകളും വിഴിഞ്ഞത്തിനുണ്ട്. അങ്ങനെ പ്രകൃതി നമുക്ക് നൽകിയ ഒരു സ്വാഭാവിക തുറമുഖമാണ് വിഴിഞ്ഞം. അവിടേക്ക് മദർഷിപ്പുകൾക്ക് കടന്നു വരുന്നതിനുള്ള കപ്പൽച്ചാല, രാജ്യാന്തര കപ്പൽച്ചാല് കടന്നു പോകുന്നുണ്ട്. ആ തുറമുഖത്തിന്റെ ആഴം എന്നത് വലിയ പരപ്പുകളുള്ള മദർഷിപ്പുകൾക്ക് വന്നു നിൽക്കാൻ, അതിന് സൗകര്യമായി നങ്കൂരമിടാൻ, പുറത്തു ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കടലാഴമുള്ള മേഖലയാണ്. അതാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. വിഴിഞ്ഞത്തിന് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു തുറമുഖത്തിനും അത്തരമൊരു പ്രത്യേകതയില്ല. വലിയ തുറമുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും, മുന്ദ്രയൊക്കെ പോലെയുള്ള വലിയ തുറമുഖങ്ങൾ ഉണ്ടെങ്കിലും വിഴിഞ്ഞത്തിന്റെ സ്വാഭാവികത അവർക്കൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും, എല്ലാ കാലത്തും കപ്പലുകൾക്ക് യഥേഷ്ടം കടന്നു വരുന്നതിനും ഇങ്ങനെയുള്ള ചരക്കുകളുടെ കൈകാര്യം ചെയ്യൽ സുഗമമാക്കുന്നതിനും പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളുമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഒരു വലിയ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ എന്ന മട്ടിലേക്ക് വികസിപ്പിച്ചെടുക്കുകയും അതിലേക്ക് ഫീഡർ ഷിപ്പുകൾക്ക് വന്ന് ഇവിടെ നിന്ന് മറ്റു തുറമുഖങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ, മദർഷിപ്പുകൾക്ക് വന്ന് കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്നതിനും ഫീഡർ ഷിപ്പുകൾക്ക് അത് കൊണ്ടുപോകുന്നതിനും പറ്റുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ആനുകൂല്യം പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട് വിഴിഞ്ഞത്തിന്. ഈ ദൃശ്യങ്ങളിൽ കാണാം. നമ്മളുടെ അടുത്തേക്ക് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ രാവിലെ 7 മണിക്കും 6:45 ഒക്കെ ഇവിടെ വരുമ്പോൾ അങ്ങ് വളരെ 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 ദൂരെ, നൊട്ടിക്കൽ മൈൽ അകലെ ഒരു പൊട്ടുപോലെയാണ് നമ്മൾ, ഒരു സോപ്പ് കുമിള പോലെയൊക്കെയാണ് നമ്മൾ നേരത്തെ ഈ സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ മദർഷിപ്പിനെ കണ്ടത്. സാധാരണ മദർഷിപ്പുകളെക്കാൾ വലുതാണ് പടുകൂറ്റൻ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ലോകത്തെ ഒരുപക്ഷെ വലിപ്പത്തിലൊക്കെ വലിയ രണ്ടാമത്തെ കണ്ടെയ്നർ കമ്പനി നടത്തുന്നതാണ് ഈ സാൻ ഫെർണാണ്ടോ എന്ന അവരുടെ ഈ കപ്പൽ. അത് പടുകൂറ്റൻ മദർഷിപ്പാണ്. അതൊരു സോപ്പ് കുമിള പോലെ, ഒരു പൊട്ടുപോലെ, ഒരു തീപ്പെട്ടി കവർ പോലെയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ നമ്മളുടെ കൺമുന്നിലേക്ക് അതിന്റെ ഭീമാകാരമായ വലിപ്പം, അതിന്റെ മുഴുവൻ വലിപ്പവും നമ്മളുടെ മുന്നിൽ പ്രകടമാണ്. ഞാൻ എന്റെ കൺമുന്നിലൂടെ അതിങ്ങനെ ഈ ബർത്തിലേക്ക് അല്ലെങ്കിൽ ഈ പോർട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ കാണുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആ കാഴ്ച ഇത്രയും കൃത്യമായി നമുക്ക് നൽകാൻ കഴിയുന്നു എന്ന സന്തോഷവും കൂടി നമുക്കുണ്ട്. കാരണം ഞാൻ നിൽക്കുന്നത്, എനിക്ക് അഭിമുഖമായി ആ കപ്പൽ നമ്മളുടെ നേരെ കടന്നു വരുന്നത് കാണാം. ഈ ബ്രേക്ക് വാട്ടർ സിസ്റ്റം, ഈ പുലിമുട്ടുകൾ കൊണ്ട് തിരമാലകളെ വകഞ്ഞു മാറ്റുന്ന ഒരു വഴി ഉണ്ട് ഈ തുറമുഖത്തിന്. അങ്ങനെ ഈ പുലിമുട്ടുകൾ, തിരമാലകൾ തട്ടി അതിന്റെ പ്രകമ്പനങ്ങളൊന്നുമില്ലാത്ത വളരെ ശാന്തമായ സമുദ്രോപരിതലത്തിലൂടെ തിരമാലകൾ അതിന്റെ ചെറിയ ഓളങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി അങ്ങനെ വലിയ കണ്ടെയ്നറുകൾ നിറച്ചു വെച്ചിരിക്കുന്ന സാൻ ഫെർണാണ്ടോ രാജ്യത്തിന്റെ വികസന പന്ഥാവിലെ വലിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. വിഴിഞ്ഞം ആ വഴിയിലൂടെയാണ് അതിന്റെ ചരിത്രം പേറുന്ന ഒരു യാത്രയാണ് ആ കപ്പൽ, ആ മദർഷിപ്പ് നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് കേവലം
ഒരു കപ്പൽ ഒരു മദർഷിപ്പിന്റെ തുറമുഖത്തേക്കുള്ള യാത്ര എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രത്യേകതകളുണ്ട്. കേരളം എന്നത് നമുക്കറിയാം, വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പല വഴികളും കേട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. വൻകിട പദ്ധതികൾ നമുക്ക് നന്നായി നടത്താൻ കഴിയുന്നില്ലെന്നുള്ള വിമർശനം നമുക്ക് മേലെ പലപ്പോഴും വരാറുണ്ട്. സേവന മേഖലയിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ, ഉൽപാദന മേഖലയിലൊന്നും നമുക്കൊന്നും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾ ഇങ്ങനെ കടം വാങ്ങിപ്പോകുന്ന എക്കോണമിയാണെന്നൊക്കെയുള്ള പരാതികൾ, ആക്ഷേപങ്ങൾ നിരന്തരമായി, അത് ഏത് സർക്കാർ വന്നാലും അത്തരം ആക്ഷേപങ്ങൾ കേരളത്തിന് മേൽ വന്നു വീഴാറുണ്ട്. അങ്ങനെ ഒരു റെമിറ്റൻസ് എക്കോണമി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ എക്കോണമിയെ ഒന്ന് സജീവമാക്കാൻ, ഒന്ന് കരുത്ത് കൂട്ടാൻ, ഒന്ന് കരുപ്പിടിപ്പിക്കാനാണ് ഈ വിഴിഞ്ഞം പദ്ധതി യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുക. ആ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, അതിന്റെ തുടക്കം കുറിക്കുകയാണ് ഈ ട്രയൽ റൺ നാളെ. അതിന്റെ മുന്നോടിയായാണ് ഇതാ തുടർച്ചയായി ഇങ്ങനെ വാട്ടർ സല്യൂട്ട് നൽകി ടഗുകൾ ആനയിച്ചുകൊണ്ട് ആ വലിയ ഭീമാകാരമായ ആ മദർഷിപ്പിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കൊണ്ടുവരുന്നത്. വിഴിഞ്ഞം തുറമുഖം എന്നത് കേവലം കേരളത്തിന്റെ ഒരു തുറമുഖ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ വികസന യാത്രയുടെ ഒരു കവാടം, അതിന്റെ പ്രധാനപ്പെട്ട വലിയൊരു വാതിൽ തുറക്കുകയാണ് വിഴിഞ്ഞം. ഇത് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലെ വികസന യാത്രയിൽ നിർണായകമാകും. കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. ഇതിന്റെ GST വരുമാനം മാത്രം വലിയ കോടികൾ വരും. അതുകൂടാതെ ഇതുണ്ടാക്കുന്ന തൊഴിലവസരങ്ങൾ, അതിന്റെ അനുബന്ധ തൊഴിൽ സാഹചര്യങ്ങൾ, അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ വലിയ വലിയ നിക്ഷേപങ്ങൾ, അങ്ങനെ കേരളത്തെ സംബന്ധിച്ച് വൻകിട പദ്ധതികൾ പലതും വരുമ്പോൾ അത് പിന്നീട് സാധാരണക്കാരിലേക്ക് എന്ത് സംഭാവന നൽകി എന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് അങ്ങനെ മറുപടി പറയാൻ കഴിയാറില്ല. പക്ഷേ വിഴിഞ്ഞം അങ്ങനെയല്ല. ഇത് കേരളത്തിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിമറിക്കാവുന്ന തരത്തിൽ, അതിനെ മാറ്റിയെടുക്കാവുന്ന തരത്തിൽ വലിയ പദ്ധതികൾ പിന്നാലെ കൊണ്ടുവരുന്ന ഒരു വികസന സ്വപ്നം കൂടിയാണ് വിഴിഞ്ഞം. അതാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിന്റെ ട്രയൽ റൺ ആണ് SK നാളെ തുടങ്ങുന്നത്. അതിന്റെ മുന്നോടിയായുള്ള യാത്രയാണ് ഈ പടുകൂറ്റൻ കപ്പൽ നമ്മളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. അതിന്റെ സൈറൻ കേൾക്കാം. വിജയകുമാർ, ആകാശം പ്രകൃതിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത്. നിങ്ങൾക്കറിയുന്നത് പോലെ 4 പാടും നീല നിറം മാത്രം. വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക് ഈ മദർഷിപ്പ് വന്നിറങ്ങുകയാണ്, സാൻ ഫെർണാണ്ടോ. അപ്പോൾ ഇതിനിടയിൽ ചില പ്രേക്ഷകർ പറയുന്നു, സാൻ ഫെർണാണ്ടോ എന്ന വിശുദ്ധൻ്റെ പേരിലുള്ള ഈ കപ്പൽ വിഴിഞ്ഞത്തിനൊരു അനുഗ്രഹമാകട്ടെ എന്നാണ് JB പറയുന്നത്. ജനാർദ്ദൻ നായർ പറയുന്നു, പരിസരത്തുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് ഫെർണാണ്ടോ അച്ചായനെ കാണാൻ എന്നാണ് പറയുന്നത്. ചൈനയിൽ നിന്നാണ് ഈ കപ്പൽ യാത്ര തിരിച്ചത്. ഒരുപക്ഷെ നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് ഊടും പാവും നൽകുന്ന ഏറ്റവും വലിയ വരവാണ്. അടിച്ച് കയറി വാ മോനെ എന്ന് പലരും പറയുന്നുണ്ട്. സാൻ ഫെർണാണ്ടോ അടിച്ചു കയറി വികസനത്തിൻ്റെ തിരമാലകളെയൊക്കെ ഒപ്പം നിർത്തി വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ തീരത്ത് എത്തിക്കഴിഞ്ഞു. എൻട്രി സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു. വികസനത്തിൻ്റെ ഈ സൈറൺ ലോകമെമ്പാടും മുഴങ്ങുകയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ പോർട്ടാണ് വിഴിഞ്ഞം. 20-24 മീറ്റർ ആഴം വരെ ഈ തീരത്തിനടുത്ത് വരെ വിഴിഞ്ഞത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശാലമായ മദർഷിപ്പുകൾക്ക് ഇവിടെ വരാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു നാച്ചുറൽ പോർട്ട് എന്ന് മാത്രമല്ല, തീരത്തോട് അടുത്ത് കിടക്കുന്ന പോർട്ടാണ്. ഇനി നമുക്കൊരു ചെറിയ ഇടവേള പോകണം. വിഴിഞ്ഞത്തേക്ക് നമ്മൾ മടങ്ങി വരും. വിഴിഞ്ഞം അന്താരാഷ്ട്ര ചരിത്രത്തിൽ നമുക്ക് ഒരു സ്ഥലം, ഒരു ഇടം നേടിത്തരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.